പ്രൈവറ്റ് മസാജ് അങ്ങനത്തെ സംഭവമാണ്. ലൈക്ക് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാം, സിംഗിളായിട്ടാണെങ്കിൽ സിംഗിളായിട്ട് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് മാത്രമായിട്ടുള്ള മസാജാണ്. ഞാനിതാ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അവിടെ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ അടിപൊളി ഫീലാണ്. ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാൻ ഒരു കാര്യം ആലോചിക്കുക, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ. ഈ ഒരു സാധനമൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. സംഭവം അങ്ങോട്ടാ വന്നെ. അവിടെ പോയി കിടത്തും, അവിടെ നിന്നാണ് ചെയ്യുന്നത്. കണ്ടോ അവരുടെ ബോഡിയൊക്കെ നോക്കി, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആണ്. ശരിക്കും നല്ല റിലാക്സാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എനിക്കെന്തോ പോലെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആളിതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തോ കഴുത്തിലൊക്കെ എന്തോ സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പുരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ എങ്ങോട്ടേക്കില്ല. വെരി ബിസിയാണ്. കുറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈബായിരിക്കും. ഇവിടെയൊക്കെ ഈ ഒരു വെള്ളത്തിൽ മൊത്തം നിറയെ ആൾക്കാരൊക്കെ വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും ചെയ്തത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായോണ്ട് ഒറ്റയ്ക്ക് എന്നിട്ടാ ചെയ്യുന്നത്. നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അവര് നമ്മളുടെ കൈയെല്ലാം പിടിച്ചു കൊണ്ടുപോട്ടോ. എനിക്കും വിത്തൗട്ടാ ഇഷ്ടം. ഈ ചൂടുകാലത്ത് വിത്തൗട്ടാണ് സാർ നല്ലല്ലേ? അല്ല സാറേ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ഇവിടെ ഇങ്ങനെ വലിയ സൈസൊക്കെ ഉള്ള ആൾക്കാരാണ് വന്നിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ? നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞല്ലേ. ഇവിടെ അവര് നമ്മുടെ കാലൊക്കെ ഇങ്ങനെ കഴുകിച്ച് തരും കേട്ടോ. കാരണം കിടക്കുന്നതിന് മുന്നേ കാലിൽ മൊത്തം ചെടിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളെ കിടത്തുന്നത്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ആ സമയത്ത് ഞാൻ പകുതിയും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്ക് ആ ഒരു റിലീഫ് കിട്ടും. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ അറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോവും. അഭിപ്രായം. ആൺകുട്ടികൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഫുള്ള് ഭയങ്കര റഫായിരിക്കുന്നു. പക്ഷെ സോഫ്റ്റ് ആയിട്ടുള്ള തന്നെയാണ് അവർ ചെയ്യുന്നത്. രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്കത്തോട്ടത്തില്? അവര് രണ്ടുപേരും കൂടി ആദമവം കളിക്കുക. അവരുടെ നടുവിൽ ഈ എണ്ണ പുരട്ടുക, അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക. എന്ത് രസം. ശരീരമൊക്കെ കാണുമ്പോൾ വിചാരിക്കും തീരെ സോഫ്റ്റ് അല്ല എന്നുള്ളത്. പക്ഷെ സോഫ്റ്റ് ആണ്. ഞാൻ ഉടനെ അവൻ ആനാമ്പള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണൂറ എന്ന് പറഞ്ഞിട്ട് വരും. പൊതുവെ ഞാൻ ചെയ്തിട്ടുള്ള മൊത്തം പെൺകുട്ടികളെ വെച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരു ആൺകുട്ടിയെ വെച്ച് അങ്ങനെ മസാജ് ചെയ്യുന്നത്. തടവിലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നോ ചാർത്തി പാടില്ലാന്ന്. പയ്യെ തിന്നാ പനയും തിന്നാം. പിന്നെ അവർക്ക് കപ്പിൾ മസാജ് ഉണ്ട്, ഗ്രൂപ്പ് മസാജ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് മസാജുകളും ഇവർക്ക് ഉണ്ട് കേട്ടോ. കണ്ടോ സാറേ? ഇത്തിരി എന്ത് കണ്ടോന്ന്? എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് ഷൂ ഇടുന്നതിന് മുന്നേ അവർ നമ്മുടെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ